എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിപ്പോ പുറത്തോട്ട് പോവാണ്. ബീച്ചിലോട്ട് പോവാണ്. ഇതാണ് ടൂൾസ്. കുഞ്ഞാവ കളിക്കാനായിട്ട് ഐസ്ക്രീം ബോട്ടിലൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കുവാണ്. വലിയ ബീൻസ് പോലെയാണ് നോക്കിയേ. ധരിക്കണ്ട. ഇനി ഞങ്ങൾ ഇരുട്ടാകുന്നതിന് പോകണം. ഇവിടെ പെട്ടെന്ന് ഇരുട്ടാവും. ഇപ്പൊ 3 മണിയായതേ ഉള്ളൂ. നമ്മള് ഒരു 4-4:30 ആകുമ്പോഴത്തേന് ഇവിടെ അങ്ങ് ഇരുട്ടാവും. അതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന്റെ ഇപ്പോഴത്തെ ഒരു രീതി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോവാണ്. രാജേട്ടനാണ് വണ്ടി എടുക്കുന്നത്. പപ്പ ഇവിടെ ബാൽക്കണി. ഷീനു ഹായ്. എല്ലാവരും ഓക്കെ സെറ്റാണേ. ബീച്ച്. മമ്മി അവിടെ ഉണ്ട്. മമ്മി ഇന്നിപ്പോ ഇറങ്ങുന്നില്ല. നമ്മളിവിടെ പോകുന്നത് ഇതിന്റെ എൻഡിലുള്ള ഒരു വില്ലേജ് ആണ് കേട്ടോ. ഇവിടെ ആണ് നമ്മുടെ വീട്ടിലെ ലക്ഷ്മിയൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അല്ലേ? അവരുടെയൊക്കെ വില്ലേജ് ആണ്. അതൊരു വില്ലേജ് സ്ഥലവും പിന്നെ ബീച്ചും എല്ലാം കൂടെ ചേർന്ന ഒരു ഭാഗമാണ്. അതാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. വേണ്ട താഴ്വാരത്തിലാണ് അതുള്ളത്. സിവിലിയൻസ് ആണ് അവിടെ എല്ലാം താമസിക്കുന്നത്. കണ്ടോ കണ്ടോ? ഇവിടേക്ക് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ എറാറ വില്ലേജിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഹനുമാന്റെ സ്റ്റാച്യു നമുക്ക് കാണാം. നമുക്ക് നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത് കേട്ടോ. അവിടാണ്, അതിന്റെ അപ്പുറത്തോട്ടാണ് നമ്മൾ താമസിക്കുന്ന ഏരിയ. ബസ് സർവീസ് ഉണ്ടോ? അങ്ങനെ ലക്ഷ്മി വരുന്നത് ഇതുണ്ടോ? ഇവിടെ എൻ്റർ ചെയ്യുന്ന സ്ഥലം കണ്ടോ? ഹായ്, രസമുണ്ടല്ലായിരുന്നേ. വില്ലേജ് എൻ്റർ ആയിട്ടുണ്ട്. ഇവിടെയാണ് അവരുടെ ഒരു കമ്മ്യൂണിറ്റി സെന്റർ ആണ്. ഓ ശരി 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 ശരി. 5 ഒക്കെയാണ് ഇവിടെ ആൾക്കാർ. അവൻ അറിയുന്നില്ലല്ലേ? ഇവരോ ചെറിയൊരു ആക്സിഡന്റ് ആയി ഗൈസ്. ആ കൊച്ചും എല്ലാം കൂടെ വന്ന് മറ്റേ വണ്ടി കൊണ്ട് ഇടിച്ചാന്ന് തോന്നുന്നു ഇവിടെ ഇറങ്ങി വന്നപ്പോ. ആക്ച്വലി ആരാ മുട്ടിയത്? മറ്റേവന്മാര്. ആ പെണ്ണുങ്ങളോ? മുമ്പിൽ പോയവര്. അവര് പെണ്ണുങ്ങളാ. പെണ്ണ ഒരുത്തനും ഒരു കൊച്ചനുമാ. ഇപ്പൊ അവിടെ അവിടെ നിന്ന് നോക്കുന്നത് നോക്കണ്ടോ? രണ്ട് സൈഡിലും 3 സെക്ഷൻസ് ഉണ്ട്. അപ്പർ ലെവൽ, ഇത് അപ്പർ ലെവലാ. ഈ അപ്പർ ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിഡിൽ ലെവലുണ്ട്. അവിടെയൊക്കെയാണ് ലക്ഷ്മി താമസിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ലോവർ ലെവലുണ്ട്. അവിടെ ആണെങ്കിൽ വളരെയധികം പോവർട്ടി ഒക്കെ. ഇതപ്പുറം അപ്പുറം ഇപ്പൊ മിഡിലേക്ക് കണക്കുവാണ്. സ്കൂൾ വിട്ട് വരുന്നുണ്ടോ പിള്ളേര്? ആദ്യം കണ്ട ബിൽഡിങ്സ് പോലെ അല്ല ഇപ്പൊ ഉള്ളത്. സ്കൂളിലെ യൂണിഫോം ഒക്കെ ഉണ്ടോ? കൊച്ചു പിള്ളേരാണ്. അപ്പത്തെ ഗല്ലികളൊക്കെ ഉണ്ടോ? എല്ലാരും ഇറങ്ങി വരുവാണ്. ഓക്കെ ഓക്കെ. ഇതൊരു സ്കൂളാണ്. CBSE സിലബസ് ആണ്. സ്കൂൾ വിട്ട് ഒരാൾ പോകുന്നതാണ്. ഓ ആടിനെയും കൊണ്ട് പോകുന്നുണ്ടോ? ഇന്നത്തെ വീടുകൾ നോക്കിയേ. ബസ് കണ്ടോ ഇവിടെ വന്നേ? ഇവിടത്തെ ബസ്, ഇതിനകത്തൂടെയും ബസ് വരുന്നുണ്ട് കേട്ടോ. കടകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ കടകൾ. ഓരോ മന്ദിരങ്ങളുണ്ട് ഇതിനകത്ത്. 2 വണ്ടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഗല്ലി അടുത്ത ഗല്ലിയാണ് കേട്ടോ. ഓക്കെ വീടുകൾ. സൈഡിലൊക്കെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടത്തെ ആരാണ്ട് ഒരു സ്റ്റാച്യു ഉണ്ട്. ഇതിനകത്തേക്ക് ഇനി കുറച്ച് തീർന്നു. ആ വില്ലേജ് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോ പിന്നെ ബീച്ചാണ്. ഇവിടെ കടലാണ്, എൻഡാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇപ്പൊ ആന്ധ്രാപ്രദേശിന്റെ പ്രത്യേകിച്ച് വിശാഖപട്ടണത്തിന്റെ ഒരു എൻഡായിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം ഇറാദ വില്ലേജ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ പിന്നെ ബീച്ച്, മലകളൊക്കെയാണ്. പിന്നെ അവിടെ ഏതാ ഒരു പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരാ ചേട്ടാ? ഗംഗാവരം പോർട്ട് എന്ന് പറയുന്ന ഒരു പോർട്ട് അവിടെ ഉണ്ട്. അത് കുറെ ദൂരത്തോട്ടാണ്. പക്ഷെ ഇവിടെ ഇത് വന്ന് എൻഡ് ആകുകയാണ്. അതുകൊണ്ട് ഇവിടോട്ട് നമ്മളിപ്പോ ഒരു ചെറിയ ഡ്രൈവിന് പോകണം. അവിടൊക്കെയാണ് ബീച്ചിന്റെ ഒരു സ്ഥലങ്ങള്. രസമുണ്ട് കേട്ടോ ഇവിടൊക്കെ. നമ്മൾ ഇവിടെ വരെ വന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ രാജേട്ടാ. ഇവിടെ ഇറങ്ങി ഇരുട്ടല്ല വെളുപ്പിനെയാ വന്നേ നമ്മള്. പിന്നെ വെളുപ്പിനെ
ഒരു കറുത്ത ഒരു സാധനമൊക്കെ കിട്ടി നമുക്ക്. നിങ്ങൾ ഇവിടുത്തെ ഈ ഭൂപ്രകൃതി ഒന്ന് നോക്കൂ. അടിപൊളിയായിട്ടുള്ളൊരു സെറ്റപ്പ് സ്ഥലം കേട്ടോ. നോക്കിക്കേ കണ്ടോ. നമ്മുടെ ഏകദേശം സ്ഥലങ്ങളുടെയൊക്കെ ഒരു ഭൂപ്രകൃതിയുള്ള സ്ഥലമാണ് അല്ലേ. നമ്മൾ വന്ന് നിൽക്കുന്നു, എൻഡ് ചെയ്യുന്നു. പക്ഷെ അവിടെ നമുക്ക് നാരിയൽ, അതായത് തെങ്ങാണ്. ഇവിടെ നമുക്ക് ഈ പനകളാണ് കേട്ടോ. നോക്കിയേ, അതെ, ചെത്തുന്ന പന അല്ലേ. ഇതേതോ കൺസ്ട്രക്ഷന്റെ വേസ്റ്റ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് തള്ളിയിട്ടുണ്ട്. എന്നാലും നോക്കൂ, അവിടെ കുറെ മണ്ഡപമൊക്കെ ഉണ്ട്. മണ്ഡപം എന്ന് പറഞ്ഞാൽ ഈ ബോട്ടൊക്കെ കയറ്റി ഇട്ടിട്ടുണ്ട് അവിടെ ആൾക്കാരെ. ഓക്കെ, നോക്കൂ ഈ ബീച്ച് നോക്കൂ. ആ കാണുന്നതാണ് നമ്മൾ അവിടെ നിന്നാണ് വന്നത് കേട്ടോ. അതിന് മേളിൽ കണ്ടോ, ആ സ്ഥലത്തൊക്കെയാണ് നേവൽ സ്ഥലങ്ങളൊക്കെ ഉള്ളത്. ഇതാ രസമുണ്ട്. പക്ഷെ ഈ ബീച്ചിലെ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെ ഡീപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണേ. നോക്കൂ. ഒരു മണിക്കൂർ ഹെലികോപ്റ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൂടി. ബീച്ച് ഇങ്ങനെ ഇവിടെ ഒരുപാട് ഫോട്ടോ സെഷനൊക്കെ നിൽക്കുന്നതാണ്. ഈ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുന്ന ആൾക്കാരാണ്. ഇവിടെയൊക്കെ ഒരുപാട് ബിയർ ബോട്ടിൽസും മറ്റുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കാണാം. പക്ഷേ താഴോട്ട് നല്ല ബീച്ച്, നല്ല വൃത്തിയായിട്ട് കിടക്കുകയാണ്. പ്രകൃതി നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്, പക്ഷേ മനുഷ്യർ വൃത്തികേടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണൊരു കാര്യം. പക്ഷേ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ആംബിയൻസ് നോക്കിയേ, നല്ല സെറ്റായിട്ടുണ്ടല്ലേ നമ്മുടെ പപ്പാ. ആ തിര അടിച്ച് വരുമ്പോൾ കൊച്ചു നിൽക്കുന്ന രസമുണ്ട്. നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. ഞങ്ങളുടെ നിഴല് കണ്ടോ അല്ലേ, കൊള്ളാം അല്ലേ. ഇവിടെ ഇരുന്ന് നോക്കാം, ഇവിടം വരെ തിര വരുമെന്ന്. ഞങ്ങൾ ഇവിടെ ഇരിക്കാം. അടുത്ത് വന്നടാ. ഇവിടെ വരെ വരാമോ? ഓ ഇല്ല. ഒരാളുടെ കാലം നനയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. വരുന്നില്ല കേട്ടോ, നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് വരുന്നില്ല കേട്ടോ. അങ്ങോട്ട് പോകണ്ട. ഇത് കേറി വരും. ഇല്ല, അത് വരത്തില്ല. രണ്ടുപേരും ഇവിടെ തിര ടച്ച് ചെയ്യാനായിട്ട് നിക്കുക. ദേണ്ട വന്ന് അത് ഫൗള്. നിങ്ങളുടെ കാലേ വരണം. നിങ്ങൾ നേരെ നിൽക്ക്. രണ്ടുപേരും ഇവിടെ ഭയങ്കര ശ്രമകരമായിട്ട് എന്തോ പരിപാടി ഒപ്പിക്കുകയാണ്. അവര് പറയുന്നത് ഇത് അടിച്ചോണ്ട് തിരമാല അടിച്ചോണ്ട് പോകുന്നാ പറയുന്നത്. ദേണ്ട കയറി വന്നു. ദേണ്ടടാ. നമ്മുടെ ഗുജിയായി ഒക്കെ വെയിൽ കൊള്ളുന്നുണ്ടോ? കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ബാഗ് ഇവിടെ ഇരുന്നതാ. ഇവിടെ വന്ന് വെള്ളം കയറി ദേവിന്റെയും ചേച്ചിയുടെ ഒക്കെ ചെരുപ്പൊക്കെ എടുത്തോണ്ട് പോയി. അവിടെ കൊണ്ട് ഉണക്കാൻ വെച്ചേക്കോ അല്ലേ. നമുക്ക് അത് എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന്. ഞാനും കാരണം ചെരുപ്പെല്ലാം കൂടെ പിടിക്കാൻ പോയപ്പോഴേ എനിക്കും പോയിട്ട് എടുക്കാൻ പറ്റില്ല. പെട്ടെന്നാണ് അവിടെ നമ്മൾ പണിഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ ഷോർട്സിനകത്ത് കണ്ടു കാണും. ഇവിടെ പണിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് മാറ്റി തേണ്ട ആദ്യം തൊട്ട് പണിയുക. അതെല്ലാം അടിച്ചു പറിച്ചു കൊണ്ട് ഇവിടം വരെ വന്ന് വെള്ളം ഇവിടെ ഇരിക്കുകയായിരുന്നു അല്ലേ. ഭയങ്കര ഡേഞ്ചറാ അല്ലേ. ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കടലാണേ. ഇവിടെ വരുവാണെങ്കിൽ എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ലാസ്റ്റ് ഭാഗമല്ലേ. അപ്പൊ ഇങ്ങനെ കുഴിഞ്ഞു കിടക്കുകയാണ് കടല്. പക്ഷെ വെള്ളം പെട്ടെന്നാ വരുന്നത് അല്ലേ അപ്പാ. ഉണ്ടോ ഇതപ്പോ നമ്മളെ പുജിയാതേണ്ട ഇവിടെ ഇതിനകത്ത് തേങ്ങയും പഞ്ചസാരയൊക്കെ വെക്കുന്ന ഇവിടുത്തെ ഒരു സാധനം ഉണ്ടോ. വെയിൽ കായാൻ വെച്ചേക്കാം. അതിനകത്തൊക്കെ വെള്ളം കയറിയാണ്ടോ കണ്ടോ. ബാഗ് എടുത്തോണ്ട് പോയി. ബാഗിനകത്ത് വെള്ളം കയറി. കണ്ട കയറി വരുന്ന ഹെലികോപ്റ്റർ പോകുന്നുണ്ടോ. നേവിയുടെ ആണേ. എന്തോ കാര്യമുണ്ട്. പുനർനിർമ്മാണം തുടങ്ങിയിരിക്കുക ഇവിടെ രണ്ടുപേര്. വേണ്ട ഇവിടെ ഒരാള്, വേണ്ട ഇപ്പുറത്തൊരാള്. അവർ രണ്ടുപേരുടെയും കൂടെ സാധനം ഇവിടെ അപ്പം ചുട്ടിടുക. മുമ്പ് ഇതുപോലെ പുതിയ ഡിസൈനൊക്കെ ഇട്ട് വെച്ച ഒരാള് എല്ലാം കൂടെ അടിച്ചു പറിച്ചോണ്ട് പോയി. ഇനിയും പോവാ ആണോ. ഓ അവിടെ വന്ന് കേറിയിട്ട് വെള്ളം കിടക്കാനല്ലേ. വേണ്ട ഒരുത്തിയുടെ അപ്പം ഇത്രയായി. എന്തോ ആവോ എന്തോ ഉണ്ടാക്കുമോ ഇയാള്. അപ്പം ഉണ്ടാക്കും. അതെ. രാജചേട്ടനും ചേച്ചിയുടെ നടക്കാനായിട്ട് പോയിരിക്കും. അടിപൊളിയാണ് അങ്ങോട്ട് നടക്കാനായിട്ട്. പിന്നെ ഞാനിവിടെ അങ്ങ് ഇരുന്ന് വേണ്ട രാവിലെയൊക്കെ നമ്മളിവിടെ മീൻ മാർക്കറ്റിലും ഒക്കെ പോയി കുറേ നടന്നിട്ടൊക്കെ വന്നത്. അതുകൊണ്ട് ഇന്ന് പോയില്ല. പപ്പായിന്നുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. മമ്മി ഇന്ന് ഇറങ്ങിയില്ല. കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് മമ്മിക്ക് കുറച്ച് പനി പോലെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഇറങ്ങിയില്ല. ഇനി നാളെയൊക്കെ വേറെ യാത്രയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഇച്ചിരി റെസ്റ്റിങ്. കടലമ്മ കൊണ്ടുപോകാൻ ഭുജിയ എടുക്കാൻ വന്നിരിക്കുക. കണ്ടോ കുറേ എണ്ണം. ഞാൻ ഭുജിയ അവിടെ വെച്ചേക്കുന്നതിന് വന്നിരിക്കുക. 4 എണ്ണം വന്ന ചുറ്റും വളഞ്ഞിരിക്കുന്നു. ഏപ്പാ
ഇല്ല പൊയ്ക്കോ. മനസ്സിലായല്ലോ, നീ പോയിക്കോ. കണ്ടോ 2 ഹെലികോപ്റ്റർ. എടി നീ ഉണ്ടാക്കുന്നതിനെ നിന്നെ ചുറ്റി വളഞ്ഞു വരുവാന്ന് തോന്നുന്നു കേട്ടോ. നിന്റെ ചുറ്റും അത് കിടന്ന് കളിക്കുന്നത് ഓണ്ട് പോന്നു കണ്ടോ, താഴ്ന്നു പോവാ. എന്തോ നീ ഉണ്ടാകും. ഓ ഇവിടെ ഒരാൾ നല്ല പണിപ്പുരല്ലേ, ഇവിടെ എന്തോ ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് നോക്കാം. വേണ്ട കൊള്ളാം കേട്ടോ, ഇവിടെ കൊള്ളാം. അടി അടി അടി. ഇവിടെ എന്തുവാടാ, ഇവിടത്തെ എന്തുവായി? ഓ ഇവിടെയും ഭയങ്കര പരിപാടിയാ നടക്കുന്നത്. ഇവിടെ എന്തുവാടാ ഇവിടെ ഉണ്ടാക്കുന്നത്? ഇത് കണ്ട അവര് വന്നേന്നാ എനിക്ക് തോന്നുന്നത് കേട്ടോ. പെട്ടെന്നടി. മുമ്പേ കടൽ തീരെ വന്നൊരെണ്ണം തകർത്ത്, ഇപ്പൊ അവൻ തന്നെ തകർത്തിട്ട് വേറെ തുടങ്ങി. അവർ രണ്ടുപേരും നടപ്പ് കഴിഞ്ഞ് വന്നു. പപ്പ അങ്ങോട്ട് നടക്കാൻ പോയി. പപ്പ കടലില് ഇതൊക്കെ കക്കായൊക്കെ പറിച്ചുകൊണ്ട് വരുവാണ്. രണ്ടുപേരും രസമുണ്ടല്ലേ അവര് വരുന്ന കാണാനായിട്ട്. നോക്കിയേ, അടിപൊളി സീനല്ലേ. നോക്കിയേ, ട്രിവാൻഡ്രത്താ? ഇവിടെ കറങ്ങാൻ വന്നാ? വെരി ഗുഡ്, വെരി. എന്റെ പേരെങ്ങനെയാ? ഹർഷ്. അതാ അദ്ദേഹവും. അതാരാ അത്? ഇവിടെ മലയാളി തന്നെയാ? ഉത്തരാഖണ്ഡ്. ഓക്കെ. ശരി, അപ്പൊ കറങ്ങുവാനെ ഹാർഷ്. ഓക്കെ. എന്തുപടി ഇതിന്റെ പേര്? ഉജിയാദന്റെ മധുരസേവ. നമ്മുടെ നാട്ടിലെ മധുരസേവ നംകീനാണ്. കൊള്ളാം. ഇതിനകത്ത് എള്ളൊക്കെ ഇട്ടുണ്ട് കേട്ടോ, കൊള്ളാം. ഇതാണ് നമ്മുടെ ഇൻസ്പെക്ടർ ഇവിടാണ് വന്നിട്ടുണ്ട്. നോക്കൂ എന്താണെന്ന് നോക്കൂ. RSDയുടെ ലോഗോ. RSD. ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. നോക്കിയേ, RSD. അതുകൊണ്ട് ഒരാൾ വന്നു പോകുന്നുണ്ടോ? ഒരു ഡോഗി. എടാ ഇവിടെ എന്തുവാടേ? ഓ സാൻമാൻ. ഒരു കയ്യേ ഉള്ളൂ? 2 കൈയുണ്ട്. സാൻമാന്റെ രണ്ടാമത്തെ കൈ ഹീമാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, വലിയ സംഘമാണ് ഇവിടെ നടക്കുന്നത്. യറാദ ബീച്ചിൽ RSDയുടെ കയ്യാങ്കളി. മനോഹരമായിട്ടുള്ള ഒരു അസ്തമയം നമുക്കിവിടെ കാണാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത്. അടിപൊളിയായിട്ടൊരു അസ്തമയം അല്ലേ, സൂപ്പറായിട്ടുണ്ടല്ലേ, നല്ല രസമുണ്ടല്ലേ. നോക്കിയേ, കണ്ട ഇങ്ങോട്ട് നോക്ക്. RSDയുടെ അതിരുവരെ വന്നിട്ട് കടലമ്മ തിരിച്ചു പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏത് നിമിഷവും നമുക്ക് കടൽ കയറ്റം ഉണ്ടാകാം. സർക്കാരിനോട് ധനസഹായം ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വിശാഖപട്ടണത്തിനായിട്ട് സാൻഡ്മാനെ നിർമ്മിച്ച് നൽകിക്കൊണ്ട് RSDയുടെ കലാകാരൻ. ഇതാ ഈ സാൻഡ്മാനെ വെച്ച് വിശാഖപട്ടണം ഒരുപാട് കാശുണ്ടാക്കുമെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഞങ്ങൾ ഈ സാൻഡ്മാനെ ഇവിടെ ഉപേക്ഷിച്ച് പോവുകയാണ്. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ് ചെയ്താൽ മാത്രം ആർക്കും എടുക്കാം. ഫോട്ടോഷൂട്ടുകാരൊക്കെ നിങ്ങൾ നോക്കൂ, ഫോട്ടോഷൂട്ടുകാരൊക്കെ ഇത് കണ്ട് ഇങ്ങോട്ട് വന്ന് എടുക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പല ഫോട്ടോഷൂട്ടുകൾക്കും സാക്ഷിയാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. RSD കലാകാരിൽ നിന്നും നമ്മൾ തൽക്കാലത്തേക്ക് നമ്മുടെ സൺസെറ്റിലേക്ക് വീണ്ടും പോവുകയാണ്. ക്യാമറ ഇതാ എരാദ ബീച്ച്, വിശാഖപട്ടണത്തിലെ എരാദ ബീച്ചിൽ ഇതാ സൂര്യൻ മറഞ്ഞു പോകുന്നത് കാണാം. ഇതാ നോക്കൂ സുഹൃത്തുക്കളെ, ഫുള്ളായിട്ടുള്ള ഒരു അസ്തമയമാണ് നിങ്ങളെ ഞാൻ കാണിച്ചത്. ഇതാ സക്സസ്. ഇനി എന്റെ സൂം ഔട്ട് ആക്കുകയാണ്. നോക്കൂ സുഹൃത്തുക്കളെ, എത്ര ദൂരത്തു നിന്നാണ് നമ്മളെ കാഴ്ച പകർത്തിയാൽ നിങ്ങൾക്ക് കാണാം. നമ്മളുടെ സിഗ്നേച്ചർ അടയാളപ്പെടുത്തിക്കൊണ്ട് RSDയുടെ കലാകാരൻ ഇതാ ഇവിടെ സാൻഡ്മാനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ശില്പം കാണുവാൻ ഇവിടെ ഒരുപാട് പേര് വരുമെന്ന് നമുക്കറിയാം. ഈ ശില്പം പകർത്തുവാൻ ഇവിടെ ഒരുപാട് പേര് വരുമെന്ന് നമുക്കറിയാം. ഇതാ ഈ ഇരാദ ബീച്ചിന് ഇത് 2 സംഭാവനകൾ നൽകിക്കൊണ്ട്
നമ്മൾ നമ്മുടെ താവളത്തിലേക്ക് ഇന്ന് തൽക്കാലത്തേക്ക് പോവുകയാണ്. ഇതാണ് എല്ലാ സ്റ്റുഡിയോ മറ്റേ അല്ല ഈ ഓ ഇവിടെ അവിടെ ആൾക്കാർ വന്നേന്ന് തോന്നുന്നു. ഇരിക്കുന്നുണ്ടോ JB റെസ്റ്റോറന്റ്? ഇല്ലല്ല ആ അത് തന്നെ നമുക്കിങ്ങനെ ബീച്ചിൽ നമ്മുടെ ലക്ഷ്മി കൂടെ കയറിയിട്ടുണ്ട്. എല്ലാ ലക്ഷ്മി അമ്പലത്തിൽ അതോടെ പോകാൻ തോന്നുന്നു. നമ്മളെ മന്ദിരത്തിൽ കൊണ്ടുപോകണം. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ദുർഗാമാതാ ടെമ്പിളിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയ ഹനുമാൻ സ്വാമി, ഇവിടെ ഒരു മാതാവിൻ്റെ ഇതുണ്ട്, ശ്രീരാമൻ, ഇവിടെ ശിവൻ, എല്ലാവരുടെയും പടങ്ങളുണ്ട്. ബാബ, സത്യബാബ, സായിബാബ, ഇത് സരസ്വതി ദേവി, ഇങ്ങനെ ഇവിടെ പടങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കൂ, ഇതാണ് അമ്പലം. നോക്ക്, ഇവിടെ വണ്ടിയൊക്കെ വന്ന് പാർക്ക് ചെയ്ത് ഓരോരുത്തർ ഇവിടെ നിന്ന് ആഹാരം കഴിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബീച്ചിൽ പോയി കുളിച്ചിട്ട് വന്നിട്ട് ഇവിടെ തൊഴാനൊക്കെ വരുന്നവരായിരിക്കും. നമ്മൾ രാത്രിയിൽ ഒരു ക്ലബിൽ വന്നതാണ് ഇവിടെ കേട്ടോ. നോക്കിയേ, ഇവിടുത്തെ ആംബിയൻസ് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ക്രിസ്മസ് ട്രീസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ആൻഡ് ഇതാണ് ക്ലബ്ബ്. ഇപ്പോൾ കുറേ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ കാര്യങ്ങളുണ്ട്. ഇത് ഡോൾഫിൻ കേവ്, ഡോൾഫിൻ കേവ്. ഇതാണ് ക്ലബ്ബ് കണ്ടോ. ഒരു മണിയുണ്ട്, വലിയൊരു മണി കാണുന്നുണ്ടോ? ഉണ്ടോ? ഇതാണ്. ഇതിനകത്ത് ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. വെജ് മാഞ്ചോ സൂപ്പാണ് കേട്ടോ. ഇതിൻ്റെ മേളിൽ നമ്മൾ ശരി സാധനം നടിക്കണ്ട. വെജ് മാഞ്ചോ സൂപ്പിൻ്റെ മേളിൽ നല്ല ടേസ്റ്റാണ്. മമ്മി കേട്ടോ, മമ്മി ഇത് ഫ്രൈഡ് ന്യൂഡിൽസാണ് കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ മേളിൽ ഇട്ടിട്ട് കഴിക്കും. കോൺ ചീസ് ബോൾ, ഇത് മുറുക് ബഞ്ചാര കബാബ് കണ്ടോ. ഇന്ന് ഡെസേർട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് കാർപ്പറ്റ് റോൾ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വനില ഐസ്ക്രീം, ഗുലാബ് ജാമുൻ. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകണം. നമ്മളെ വണ്ടി വരും കേട്ടോ. ഓക്കെ.